നമ്മൾ ചെറുപ്പത്തിൽ എത്ര തവണ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടാണ് നടക്കാൻ തുടങ്ങിയത്? എത്ര തവണ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടാണ് നമ്മൾ ABCD എഴുതാൻ പഠിച്ചത്? എത്ര തവണ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടാണ് മര്യാദയ്ക്ക് ഒരു സെന്റൻസ് പറയാൻ പഠിച്ചത്? എത്ര തവണ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടാണ് മര്യാദയ്ക്ക് കുളിക്കാൻ പഠിച്ചത്? ചെറുപ്പത്തിൽ നമ്മളെല്ലാം ആയിരക്കണക്കിന് തവണ തെറ്റിച്ചിട്ടാണ് പിന്നെ അത് ശരിയായിട്ടുള്ളത്. അന്നൊന്നും നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലായിരുന്നു. നമ്മൾ ആ എണീച്ച് നടക്കുന്ന പ്രായത്തിൽ ഒരു തവണ വീണപ്പോൾ ഞാനൊന്നും നടക്കാൻ പോകുന്നില്ല, എന്നെ കൊണ്ടൊന്നും ഈ പണി പറ്റില്ല, കൺസിസ്റ്റൻസി ഇല്ല നടക്കാൻ പഠിക്കുന്ന കാര്യത്തിൽ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ബ്ലൈൻഡായിട്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ഈ അനാവശ്യമായ വാക്കുകളൊക്കെ തലയിൽ കയറ്റി വെച്ചിട്ട് കേടുവരുത്തുകയാണ് നമ്മളെ. കൺസിസ്റ്റൻസി ഇല്ല, അങ്ങനെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കൊണ്ടുപോയി തലയിൽ കയറ്റി വെച്ച് നമ്മളെ കേടുവരുത്തണം വാസ്തവത്തിൽ. അതൊന്നും ശ്രദ്ധിക്കുകയേ വേണ്ട. ഒരു കൺസിസ്റ്റൻസിയെ കുറിച്ചും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ അത് വീണ്ടും 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 സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പറ്റുന്ന അത്ര അതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അത് വിട്ടുപോയാലോ പോട്ടെ, വീണ്ടും തുടങ്ങുക. നിങ്ങൾ 1000 തവണ വീണാലും നിങ്ങൾ പരാജയപ്പെടുന്നില്ല വീണ്ടും എണീക്കാൻ തയ്യാറാണെങ്കിൽ.